ജാർഖണ്ഡിൽ മാവോയിസ്റ്റ് തീവ്രവാദികളുമായുണ്ടായ ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ച CRPF ജവാൻ സുധീഷിന്റെ മൃതദേഹം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. വെള്ളിയാഴ്ച രാവിലെ 10 മണിയോടെ പ്രത്യേക വിമാനത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ച മൃതദേഹം മന്ത്രി ശിവകുമാർ, സ്പീക്കർ G. കാർത്തികേയൻ, പള്ളിപ്പുറം CRPF ക്യാമ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ, സുധീഷിന്റെ ബന്ധുക്കൾ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. തുടർന്ന് വിലാപയാത്രയായി വയലായിലെത്തിച്ച മൃതദേഹം വയല NVUP സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചു. നാടിനുവേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീരജവാനെ ഒരു നോക്ക് കാണാൻ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകളാണ് NVUPSൽ തടിച്ചുകൂടിയത്. കൊല്ലം ജില്ലാ കളക്ടർ PC തോമസ്, MPമാരായ KN ബാലഗോപാൽ, N പീതാംബരക്കുറുപ്പ്, ചടയമംഗലം MLA മുല്ലക്കര രത്നാകരൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹൻ, DCC പ്രസിഡന്റ് പ്രതാപവർമ്മ തമ്പാൻ, BJP സംസ്ഥാന കൌൺസിൽ അംഗം S വിജയൻ, യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് KR രാധാകൃഷ്ണൻ, SP VC മോഹനൻ, DYSPമാരായ ഷാനവാസ്, ജോൺകുട്ടി, വിജയകുമാർ തുടങ്ങിയവർ അന്ത്യോപചാരമർപ്പിച്ചു. NVUPSലെ പൊതുദർശനത്തിനു ശേഷം മൃതദേഹം വിലാപയാത്രയായി കോവൂരിലെ വസതിയിലേക്ക് കൊണ്ടുപോയി. പൊട്ടിക്കരയുന്ന സുധീഷിന്റെ പിതാവിനെയും മാതാവിനെയും സഹോദരനെയും ആശ്വസിപ്പിക്കാൻ സുധീഷിന്റെ സഹപ്രവർത്തകരും മറ്റും നന്നേ പണിപ്പെട്ടു. ഇവിടെ 1 മണിക്കൂറോളം ബന്ധുക്കൾക്കും ഗ്രാമവാസികൾക്കും അന്ത്യോപചാരമർപ്പിക്കാൻ അവസരമൊരുക്കിയ ശേഷം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. एक बैग नंबर फायर ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.